எந்த தனி சாம்ராஜ்யம், அன்பு சாம்ராஜ்யம். இதை யாராலையும் அழிக்க முடியாது. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ആനക്കാഴ്ചകൾക്ക് സ്വാഗതം. ഇപ്പോൾ വീണ്ടും നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഏറ്റുമുഖം വെറ്റിലപ്പാറ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ ഒരു കൊമ്പൻ വന്നിട്ടുണ്ട്, നല്ല മുറിവാലം കൊമ്പനാണ്. അപ്പോൾ ആശാൻ ഇങ്ങനെ ഫുഡ് കഴിച്ച് അപ്പുറത്തെ ചെക്ക് പോസ്റ്റിൽ, അതായത് നമ്മുടെ അയ്യമ്പുഴ ആ ഭാഗത്തേക്കാണ് ആശാൻ പോകുന്നത്. പക്ഷേ അങ്ങോട്ട് കടക്കാതിരിക്കാനായിട്ട് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറും പിന്നെ നാട്ടുകാരും കൂടി ആളെ അങ്ങോട്ടേക്ക് അതായത് അപ്പുറത്തെ സൈഡിലേക്ക് ആളെ കയറ്റി വിടാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആശാൻ അങ്ങനെ പോകുന്നില്ല. ആശാൻ ഇങ്ങനെ പയ്യെ കഴിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കി ആശാൻ പോകുന്നുള്ളൂ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ആശാൻ ഓൾറെഡി എല്ലാ ആനകളും ഇവിടുത്തെ നാട്ടുകാരായിട്ടും അതായത് ഇവിടുത്തെ എല്ലാ ആൾക്കാരായിട്ടും നല്ലൊരു കമ്പനി തന്നെയാണ്. എല്ലാം ശാന്തമായ ആനകളാണ്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്ന ഇത്തിരി എന്താ പറയുക അഗ്രസീവായ ആനകളല്ല, എല്ലാം ശാന്തമായവരെ തന്നെയാണ്. അവർ അവരുടെ വഴിക്ക്, നാട്ടുകാരുടെ വഴിക്ക്, ആ രീതിയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു എന്താ പറയുക സൈറ്റിംഗ് ആണ് കാണാൻ സാധിച്ചത്. ആ ഒരു മഴയത്ത് നല്ലൊരു കൊമ്പൻ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാഴ്ച. ഇങ്ങനെ ശരിക്കും നമ്മളിപ്പോൾ പടങ്ങളിൽ കാണുന്ന ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഡിനോസറൊക്കെ ഇല്ലേ, ആ ഒരു എന്താ പോലെയൊക്കെ നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് വലിയൊരു സംഭവം. പിന്നെ എത്ര പറഞ്ഞാലും നമ്മൾ ആനയും കടലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരിക്കലും മടുക്കാത്തൊരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു കാട്ടിൽ തന്നെ കാട്ടാനെ കാണുന്ന ആ ഒരു പ്രതീതി അത് വേറൊരു ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റി. എന്തായാലും ഒരുപാട് നേരം നമ്മൾ നിന്നിട്ടാണ് പോയത്. പിന്നെ ഒരുപാട് നേരം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയും ആനകളുടെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇവനെ ശരിക്കും പേരുന്നില്ല. ഇവിടെ വരുന്ന ഓരോ ആനകൾക്കും കുറേ പേരുകളുണ്ട്, പക്ഷേ ഇവന് പ്രത്യേകിച്ച് പേരില്ല. പിന്നെ ഓൾറെഡി ഇപ്പോൾ രണ്ട് തരത്തിലൂടെ ഒരു ആന വരാറുണ്ട്. അതായത് ഇപ്പോൾ ഇവൻ്റെ വാല ഓൾറെഡി പകുതിയേ ഉള്ളൂ, അപ്പം മുറിവാലെന്ന് പറയുള്ളൂ. പക്ഷേ വേറൊരു ആനയുണ്ട് മുറിവാലൻ. അവൻ്റെ പേരും വേറൊരു പേരാണ്, ഗണപതി എന്നങ്ങാണ്ട് അവൻ്റെ പേര് തന്നെ. അവന് മുറിവാലനാണ്, പക്ഷെ ഇവൻ വേറെ മുറിവാലനാണ്. ഇവരുടെ കൊമ്പും പിന്നെ ആ ഒരു എന്താ പറയുക ശരീരപ്രകൃതി അനുസരിച്ചൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ഓരോ ആനകൾക്കും പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.